ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും ബീറ്ററൊന്നും ഉപയോഗിക്കാതെ, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ട് കുറേ ആൾക്കാർ കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് കറുത്ത മുന്തിരി, പ്ലം കേക്കാണല്ലോ, കറുത്ത മുന്തിരി എന്തായാലും എടുക്കാനായിട്ട് നോക്കുക. പിന്നെ കുറച്ച് മഞ്ഞ മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴം, ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. നട്ട്സ് എന്ന് പറയുമ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ചെറിയും ഈത്തപ്പഴവും അത് നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ഏതും എടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ എല്ലാം ചേർന്നിട്ട് ഏകദേശം ഒരു 1.25 കപ്പാണ് ഉണ്ടാവുക. സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറേ മുൻപ് തന്നെ റമ്മിലോ വൈനിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെക്കും. എന്നിട്ട് ആ സോക്ക്ഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു സോക്കിംഗ് പ്രോസസ്സൊന്നും ഇല്ലാതെ കേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് സെസ്റ്റാണ്. ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ തൊലി, ഓറഞ്ചിൻ്റെ പുറമേയുള്ള ആ മഞ്ഞ കളറിലുള്ള ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള വെള്ള ഭാഗം പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇത് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഈ ഓറഞ്ച് സെസ്റ്റ് നമ്മൾ ഒഴിവാക്കരുതിട്ട് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. വെള്ളമൊന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ട് അടിച്ചെടുത്തത്. അതായത് 2 മീഡിയം വലുപ്പത്തിലുള്ള ഓറഞ്ച് അതിൻ്റെ ഉള്ളിലെ കുരു മാറ്റിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ജ്യൂസോ അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസോ ഇതിനായിട്ട് എടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റും കൂടി നമ്മൾ വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട. ഈ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കുക. ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കേക്ക് ബാറ്ററിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായിട്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറാനായിട്ട് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ലൊരു കളറായി കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കേക്ക് ബാറ്ററിൽ ചേർത്ത് കൊടുത്താൽ കേക്കിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് മുഖത്തേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് സമയം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ആ പഞ്ചസാരയൊക്കെ ഇതുപോലെ കുറച്ച് കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ ആ കട്ടയൊക്കെ നന്നായിട്ട് മെൽട്ടായി വരും. അതിനുശേഷം ഇതും നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കേക്കിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും ചേർക്കാം. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പൈസസിൻ്റെ ഒരു മിക്സാണ്. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജാതിക്ക, ചുക്ക് എല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം 1.5 ടീസ്പൂണോളം വരും. ഇത് നമ്മൾ എന്തായാലും കേക്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റും ഫ്ലേവറും കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്തതും ഇതും കൂടിയിട്ട് ഒരു 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് മധുരത്തിനായിട്ട് എടുത്തിട്ടുള്ളത്.
അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറും ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ ഉരുക്കിയെടുത്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമോ മാത്രം ചേർത്ത് കൊടുക്കുക. കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കേക്കിലെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറയാനും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ഈ വാനില എസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റൊക്കെ അടിച്ചെടുക്കേണ്ടി വരും. പിന്നെ നമ്മളിത് അടിക്കുന്ന സമയത്ത് മിക്സി ചൂടാവുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് സമയം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ അതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു 2 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഏകദേശം ഒന്ന് മിക്സായി വന്നാൽ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതൊരു 1/4 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരമലൈസ് ചെയ്തിട്ട് അത് തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാം. കേക്കിൻ്റെ ഈ ഒരു മിക്സിങ് ടൈമിൽ നമ്മളെപ്പോഴും ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓവനോ പാത്രമോ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇവിടെ ഇപ്പോൾ നമ്മളത് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാത്രത്തിലാണ്. പിന്നെ ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേക്ക് ബാറ്റർ പോലെയല്ല, ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വേണം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗത്തും സൈഡിലും ആദ്യം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാൻ നമ്മൾ കേക്ക് ടിൻ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. സ്റ്റീൽ പാത്രത്തിലോ കുക്കറിലോ സോസ് പാനിലോ എന്തിലും വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 1.25 മണിക്കൂറാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് പ്ലം കേക്ക് ആയതുകൊണ്ട് സാധാരണ കേക്ക് പോലെയല്ല, ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ടൈം വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. പിന്നെ ചിലർ പറയാറുണ്ട് കേക്കിൻ്റെ മേൽഭാഗം താഴ്ന്നു പോയിന്ന്. അത് നമ്മളത് ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടപ്പ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് കേക്കിൻ്റെ നടുഭാഗത്തൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായി നിർത്താം. എന്നിട്ട് അത് ചൂടാറാനായിട്ട് പുറത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ കിട്ടും. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറ് ഇതുപോലെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡാർക്കായിട്ട് വരും. പ്ലം കേക്ക് എപ്പോഴും നമ്മൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് 2 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം. അതിനുശേഷം സ്ലൈസസ് ആക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്